ബാറക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും അനുനന്ദിക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ദൈവവചനവുമായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധമായ നോമ്പിൽ അനുതാപത്തിലൂടെ അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം നമുക്ക് ഒരവസരം ഒരുക്കിയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ വലിയ നോമ്പ് അനുതാപത്തിൻ്റെ ദിവസങ്ങളാണ്. നമ്മുടെ എല്ലാ യാമപ്രാർത്ഥനകളും പരിശോധിച്ചാൽ എല്ലാം അനുതാപത്തിൻ്റെ പ്രാർത്ഥനകളാണ്. ഈ ലോക ജീവിതത്തിൽ ഒരു മനുഷ്യന് അനുതപിച്ച് ഞാൻ പാപിയാണെന്ന് സമ്മതിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ദിവസങ്ങളാണ് ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ. നാം തന്നെ നമ്മുടെ ജീവിതത്തിൽ കെട്ടിയിരിക്കുന്ന ചില കെട്ടുകളുണ്ട്. ഈ കെട്ടുകൾ, പാപത്തിൻ്റെ കെട്ടുകൾ അഴിക്കുവാനുള്ള ഒരു അവസരമാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കർത്താവായ യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു ലാസർ. മാർത്തയുടെയും മറിയുടെയും സഹോദരനായ ലാസർ. ലാസർ രോഗിയാണെന്നറിഞ്ഞപ്പോൾ യേശുവിൻ്റെ അരികിൽ ആളയച്ചു. എന്നാൽ യേശു വന്ന് കണ്ടില്ല. ലാസർ രോഗം ബാധിച്ച് മരിച്ചു എന്നറിഞ്ഞപ്പോൾ ആളയച്ചു. യേശു വന്ന് ലാസറിൻ്റെ മൃതശരീരം കണ്ടില്ല. എന്നാൽ ലാസർ മരിച്ച് 4 ദിവസങ്ങൾക്ക് ശേഷം യേശു ലാസറെ കാണുവാൻ വേണ്ടി ലാസറിൻ്റെ ഭവനത്തിൽ വരികയാണ്. അവിടെ ലാസറിൻ്റെ സഹോദരിമാർ നിലവിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കർത്താവേ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഇത് പറഞ്ഞപ്പോൾ അവൻ അടക്കിയിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു. അവൻ്റെ കല്ലറയിൽ ചെന്നിട്ട് യേശു കണ്ണുനീർ വാർത്തുകൊണ്ട് പറയുകയാണ്, ലാസറെ പുറത്തു വരിക. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ മരിച്ച ലാസർ ജീവൻ പ്രാപിച്ച് പുറത്തു വന്നു. എന്നാൽ വചനം പറയുന്നത്, യേശുവിൻ്റെ മുന്നിൽ നിൽക്കുന്ന ലാസർ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ റൂമാൽ കൊണ്ട്, തുണി കൊണ്ട് ചുറ്റപ്പെട്ടവനായി, കെട്ടപ്പെട്ടവനായിട്ടാണ് നിന്നത്. യേശുവിൻ്റെ മുന്നിൽ നിൽക്കുന്ന ലാസർ ജീവനുണ്ട്, എന്നാൽ കെട്ടപ്പെട്ടവനായിട്ട് നിൽക്കുകയാണ്. ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ കെട്ടപ്പെട്ടവനായി നിൽക്കുകയാണ്. അവൻ യേശുവിനെ കാണാൻ സാധിക്കുന്നില്ല, ചുറ്റും നിൽക്കുന്നവരെ കാണാൻ സാധിക്കുന്നില്ല. യേശു പറയുന്നോ മറ്റുള്ളവർ പറയുന്നോ കേൾക്കാൻ സാധിക്കുന്നില്ല. അവൻ്റെ കൈയോ കാലോ അനക്കാൻ അവന് സാധിക്കുന്നില്ല. കാരണം അവൻ്റെ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ ശരീരം മുഴുവൻ കെട്ടപ്പെട്ട് നിൽക്കുകയാണ്. ഇവിടെ യേശു പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ അവൻ്റെ കെട്ടഴിപ്പിൻ. എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ പറയുന്നത്? യേശുവിന് പറയാൻ പാടില്ലേ അവൻ്റെ കെട്ടഴിയട്ടെ? ജീവൻ നഷ്ടപ്പെട്ട ലാസറിന് ജീവൻ നൽകാൻ യേശുവിന് കഴിഞ്ഞുവെങ്കിൽ അവൻ്റെ കെട്ടഴിയട്ടെ എന്ന് പറയുമ്പോൾ ആ ശരീരത്തിലുള്ള കെട്ടുകൾ മുഴുവൻ അഴിയുവാൻ യേശുവിൻ്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. എന്നാൽ യേശു പറയണം, നിങ്ങൾ അവൻ്റെ കെട്ടഴിപ്പിൻ. എന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞത്? യേശു ലാസറിൻ്റെ ജീവൻ എടുത്തു, അതുകൊണ്ട് ജീവൻ നൽകി. എന്നാൽ യേശു അല്ല അവൻ്റെ കെട്ടുകൾ കെട്ടിയത്. ലാസറിനെ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ അവർ റൂമാൽ കൊണ്ട്, തുണി കൊണ്ട് കെട്ടിയത് ചുറ്റും നിന്നവരായിരുന്നു. യേശു പറയാണ്, നിങ്ങൾ കെട്ടിയ കെട്ട് നിങ്ങൾ അഴിപ്പിൻ. ഈ പരിശുദ്ധമായ നോമ്പിൽ നാം ചെയ്ത പാപത്തിലൂടെ നാം കെട്ടിയ കുറേ കെട്ടുകളുണ്ട്. യേശു പറയാണ്, നിങ്ങൾ കെട്ടിയ പാപത്തിൻ്റെ കെട്ടുകൾ നിങ്ങൾ അഴിപ്പിൻ. ഈ പരിശുദ്ധമായ നോമ്പിൽ നമ്മൾ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ, പാപത്തിൻ്റെ കെട്ടുകൾ അഴിക്കുന്ന അനുഭവമാണ് അനുതാപത്തിൻ്റെ നിമിഷങ്ങളെന്ന്. അതുകൊണ്ട് നാം തിരിച്ചറിയണം, ഒരു അനുതപിക്കുന്ന ഒരു പാപി, ഞാൻ പാപിയാണെന്ന് സമ്മതിച്ച് പാപങ്ങൾ അനുതപിച്ച് ഏറ്റുപറയുമ്പോൾ അതിലൂടെ വലിയൊരു കെട്ടഴികയാണ്. യഥാർത്ഥമായ സ്വാതന്ത്ര്യം ഒരു മനുഷ്യൻ അനുഭവിക്കുന്നത് അനുതാപത്തിലൂടെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ അനുതപിക്കുമ്പോൾ ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് ആ വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുക എന്നുള്ളത്. അനേക വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതെ വേദനിക്കുന്ന അനേകം വ്യക്തികളുണ്ട്. ചിലർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട്
എൻ്റെ പ്രാർത്ഥനയ്ക്ക് മാത്രം ഉത്തരം ലഭിക്കുന്നില്ല. അനേക നാളുകളായി ഞാൻ പ്രാർത്ഥിക്കുന്നു, അനേക നാളുകളായി ഞാൻ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നു. എന്തുകൊണ്ട് എൻ്റെ നിലവിളി കേൾക്കുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ കണ്ണുനീര് ദൈവം കാണുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല? ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ കാരണം കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം, നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ കാരണം ദൈവമായ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ കൈ പാപം നിറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ഹൃദയം പാപം നിറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ അധരം പാപം നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ പാപത്തിൽ കിടന്നുകൊണ്ട് എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ദൈവമായ കർത്താവ് പറയുകയാണ്, നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. ദൈവത്തിന് കണ്ണില്ലാത്തത് കൊണ്ടോ കാതില്ലാത്തത് കൊണ്ടോ അല്ല നാം കൈമലർത്തുമ്പോൾ ദൈവം കണ്ണ് മറച്ചു കളയുന്നത്, പ്രാർത്ഥന കേൾക്കാത്തത്. വചനം പറയുകയാണ് നമ്മുടെ പാപമാണ്, നമ്മുടെ അകൃത്യമാണ്. ഇതിനെക്കുറിച്ച് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1-2 വാക്യങ്ങളിലൂടെ കർത്താവിന്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. അവിടെ വചനം പറയുകയാണ്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയായി ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല, അടഞ്ഞു പോയിട്ടില്ല. എന്നാൽ വീണ്ടും വചനം പറയുകയാണ്, നിങ്ങളുടെ അകൃത്യങ്ങളെത്ര നിങ്ങളെ നിങ്ങളുടെ ദൈവത്തിൽ തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളെത്ര അവൻ കേൾക്കാൻ കഴിയാതെ വണ്ണം അവൻ്റെ മുഖത്തെ മറയ്ക്കുമാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് കണ്ണില്ലാത്തത് കൊണ്ടോ ദൈവത്തിന് കാതില്ലാത്തത് കൊണ്ടോ അല്ല എൻ്റെ കണ്ണുനീര് കാണാത്തത്, എൻ്റെ നിലവിളി കേൾക്കാത്തത്, എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്. വചനം പറയാണ്, നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തിൽ തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ അകൃത്യങ്ങളാണ്. അതായത് നമുക്കും നമ്മുടെ ദൈവത്തിനും ഇടയിലൊരു മറ നാം സൃഷ്ടിച്ചിട്ടുണ്ട്. നാം ചെയ്ത പാപം നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരു മറയായി നിൽക്കുകയാണ്. അതുകൊണ്ട് ദൈവം എത്രമാത്രം അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് പെയ്തിറക്കിയാലും അനുഗ്രഹത്തിൻ്റെ ഒരു തുള്ളി പോലും നമ്മിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, തലമുറയിലേക്ക് പെയ്തിറങ്ങുന്നില്ല. കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് പെയ്തിറങ്ങാതിരിക്കാൻ തക്കവണ്ണം നാം ചെയ്ത പാപം നമുക്ക് നമ്മുടെ തലയ്ക്ക് മുകളിലൊരു മറയായി നിൽക്കുകയാണ്. അതിനും പറയുകയാണ്, നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തിൽ നമ്മൾ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തിനുമിടയിൽ മറവായിരിക്കുന്നത് നിങ്ങളുടെ അകൃത്യമാണ്, നിങ്ങളുടെ പാപമാണ്. ഒരു മനുഷ്യൻ പാപം ചെയ്താൽ ആ വ്യക്തിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുമ്പോൾ, ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തണമെങ്കിൽ അവൻ പാപിയാണെന്ന് സമ്മതിച്ച് അനുദപിച്ച് പാപമോചനം പ്രാപിക്കണം. അതായത് ഞാൻ എൻ്റെ ദൈവവും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിന് തടസ്സം നിൽക്കുന്ന എൻ്റെ പാപമാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന എൻ്റെ പാപത്തിൽ തട്ടി താഴേക്ക് പോരുകയാണ്. അത് സ്വർഗത്തിലേക്ക് എത്തുന്നില്ല, ദൈവം കേൾക്കുന്നില്ല, ദൈവം കാണുന്നില്ല. അതുകൊണ്ട് പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ, അനുദപിക്കുന്ന പാപിയാണെന്ന് സമ്മതിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന സ്വർഗം തുളച്ചു കയറും. അനേക വർഷങ്ങളായി നാളുകളായിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ വേദനിക്കുന്ന ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്നൊരു തീരുമാനമെടുക്ക്. ഞാൻ ചെയ്തു പോയ പാപങ്ങളെ ഓർക്കും. ഞാൻ പാപിയാണെന്ന് സമ്മതിച്ച് അനുദപിച്ച് പാപമോചനം പ്രാപിക്കുന്നതിലൂടെ, ഞാൻ ദൈവസന്നിധിയിൽ സ്വയം സമ്മതിക്കുന്നതിലൂടെ, അനുദപിക്കുന്നതിലൂടെ എൻ്റെ പാപത്തിൻ്റെ കെട്ടുകൾ അഴിയപ്പെടും. അനേക വർഷങ്ങളായി ഞാൻ കെട്ടിവെച്ചിരിക്കുന്ന ചില കെട്ടുകൾ, പാപത്തിൻ്റെ ചില കെട്ടുകൾ ഞാൻ അഴിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന സ്വർഗം തുളച്ചു കയറും. ഉയർത്തെഴുന്നേറ്റ ലാസർ യേശുവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. പക്ഷേ യേശുവിനെ കാണുവാനോ സംസാരിക്കുവാനോ യേശുവിൻ്റെ കരസ്പർശനം അനുഭവിക്കാനോ അവന് സാധിക്കുന്നില്ല. കാരണം അവൻ്റെ ശിരസ്സ് മുതൽ ഉള്ളങ്കാല് വരെ കെട്ടപ്പെട്ടവനായിട്ട് നിൽക്കുക. ഇതുപോലെ എൻ്റെ മുന്നിൽ യേശുവുണ്ട്. എൻ്റെ അവസ്ഥ കാണുന്ന, എന്നെ അറിയുന്ന ഒരു ദൈവം എൻ്റെ മുന്നിലുണ്ട്. എന്നാൽ ആ യേശുവിനെ കാണുവാനോ, ആ യേശുവിനോട് പ്രാർത്ഥിക്കുവാനോ, യേശുവിൻ്റെ സ്വരം കേൾക്കുവാനോ, യേശുവിൻ്റെ കരസ്പർശനം അനുഭവിക്കാനോ ലാസറിന് സാധിക്കാതിരുന്നത് പോലെ ഇന്ന് അതേ അവസ്ഥയിലാണ് ഒരു പാപിയായ മനുഷ്യൻ്റെ ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്.
ദൈവം തൊട്ടരികിലുണ്ടെങ്കിൽ പോലും ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ദൈവത്തിൻ്റെ കരസ്പർശനം അനുഭവിക്കാൻ സാധിക്കുന്നില്ല. എത്ര പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന യേശു കേൾക്കുന്നില്ല. കാരണം ശിരസ്സ് മുതൽ ഉള്ളംകാല് വരെ കെട്ടപ്പെട്ടിരിക്കുക. ഈ കെട്ടഴിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തും. അതുകൊണ്ട് ആദ്യം നാം ചെയ്യേണ്ടത്, കർത്താവേ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കണം. ഞാൻ സ്വർഗത്തിനെതിരായി അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയി എന്ന് സമ്മതിക്കുമ്പോഴാണ്, അനുദപിക്കുമ്പോഴാണ് ഈ കെട്ടഴിയാൻ തുടങ്ങുന്നത്. ഇവിടെ യേശു അതിന് വ്യക്തമായിട്ടൊരു ഉദാഹരണം, ഒരു ഉപമയിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ 2 പേര് പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവാലയത്തിൽ വരുന്ന ഒരു സംഭവം കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. ഈ പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലയാകിയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ഈ 2 പേരും പ്രാർത്ഥിക്കാൻ ദൈവാലയത്തിലാണ് വന്നിരിക്കുന്നത്. 2 പേരും പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടാണ്. ഒന്ന് പരീശനും, മറ്റത് ചുങ്കക്കാരനും. പരീശൻ എന്ന് പറയുന്ന ആരാണ് നമുക്കറിയാം. അവൻ യഹൂദനാണ്. യഹൂദൻ ന്യായപ്രമാണം മുഴുവൻ കാണാതെ പഠിച്ചവരും പഠിപ്പിക്കുന്നവരുമാണ്. ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുവാൻ വില കൊടുക്കുന്നവരാണ് യഹൂദന്മാർ. അതുകൊണ്ട് തന്നെ ഈ യഹൂദനായ പരീശൻ പറയുകയാണ്, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെ അല്ല ഞാൻ ആരാണ്? ഞാനൊരു വിശുദ്ധനാണ്, ഞാൻ നീതിമാനാണ്, ഞാൻ പാപം ചെയ്യാത്തവനാണ്. അതുമാത്രമല്ല, അവൻ പറയുകയാണ്, ആഴ്ചയിൽ 2 വട്ടം ഞാൻ ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം, അതായത് ദശാംശം കൊടുക്കുന്നു. യഹൂദന്മാർക്കൊരു കൃത്യതയുണ്ട്. അവർ ന്യായപ്രമാണത്തെ അനുസരിക്കാൻ വേണ്ടി വലിയ വില കൊടുക്കും. വിലയില്ലാത്തതിന് പോലും ദശാംശം കൊടുക്കുന്നവരായിരുന്നു യഹൂദന്മാർ. ജീരകവും ചതയപ്പയൊക്കെ വെറും വിലയില്ലാത്ത വസ്തുക്കളാണ്. അതിന് പോലും അവർ ദശാംശം കൊടുക്കുമായിരുന്നു. അത്രമാത്രം ന്യായപ്രമാണം അനുസരിക്കാൻ വില കൊടുക്കുന്നവരായിരുന്നു യഹൂദന്മാർ. അങ്ങനെ ഒരു പരീശൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ എല്ലാറ്റിനും ദശാംശം കൊടുക്കുന്നവരാണ്. അതുമാത്രമല്ല, യഹൂദന്മാർ നന്മ മാത്രം ചെയ്യുന്നവരാണ്. തിന്മയെ ഉപേക്ഷിച്ച് നന്മ ചെയ്യുവാൻ, കാരുണ്യപ്രവൃത്തികൾ ചെയ്യുവാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുവാൻ, നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചെന്തെന്നറിയാമോ? ഇവൻ്റെ പ്രാർത്ഥന ദൈവാലയത്തിലാണ്, ദൈവത്തോടാണ്. എങ്കിൽ പോലും അവൻ സ്വയം നീതീകരിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ വലിയ പാപമൊന്നും ചെയ്യാറില്ല, ഞാനൊരു വിശുദ്ധനാണ്, ഞാൻ നീതിമാനാണ്, ഞാൻ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ, പാപികളെ പോലെ അല്ല ഞാൻ ഉപവസിക്കുന്നവനാണ്, ദശാംശം കൊടുക്കുന്നവനാണ്. അതായത് ഞാനൊരു ഭക്തിയിൽ ജീവിക്കുന്നവനാണെന്ന് സ്വയം നീതീകരിച്ച ഒരു മനുഷ്യൻ. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ രീതിയിലല്ലേ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം. ഈ പരീശൻ ദൈവസന്നിധിയിൽ സ്വയം നീതീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, തൊട്ടടുത്ത് നിൽക്കുന്ന ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയാണ്. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. ഈ ചുങ്കക്കാരൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയാതെ, കാരണം അവനറിയാം, ഞാൻ ഒരു പാപിയാണ്, ദൈവസന്നിധിയിൽ നിൽക്കുവാനോ പ്രാർത്ഥിക്കുവാനോ യോഗ്യതയില്ലാത്തവനാണ്. അവൻ സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, കമിഴ്ന്ന് വീണ് മാറത്തടിച്ച്, ദൈവമേ, ഞാൻ പാപിയായനോട് കരുണയുണ്ടാകണമേ എന്നവൻ നിലവിളിച്ചു. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുകയാണ്, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. എന്തുകൊണ്ട് ഈ പരീശനായ മനുഷ്യൻ നീതീകരിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ അവൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തിയില്ല? നാം സ്വയം തിരിച്ചറിയണം. നാം അനുദപിക്കാതെ സ്വയം നീതീകരിച്ചുകൊണ്ട് പാപത്തിൻ്റെ അവസ്ഥയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, അതിനെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ കൈമലർത്തുമ്പോൾ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാൽ ഞാൻ കേൾക്കിയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതായത് അനുതാപമില്ലാതെ
സ്വയം നീതീകരിച്ച് ഞാനൊരു വിശുദ്ധനാണ്, ഞാനൊരു നീതിമാനാണ്, ഞാൻ ദൈവഭക്തനാണെന്ന് സ്വയം നീതീകരിച്ചുകൊണ്ട് ദൈവത്തോട് എത്ര പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന സ്വർഗത്തിലെത്തുകയില്ല. വചനം പറയുകയാണ്, നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. അതിൻ്റെ കാരണം അനുതാപമില്ലാത്ത പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുകയില്ല. എന്നാൽ ചുങ്കക്കാരൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയാതെ മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, ദൈവമേ, ഞാൻ സ്വർഗത്തിനെതിരായി അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയി, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ നിലവിളിച്ചപ്പോൾ വചനം പറയുകയാണ്, അവൻ നീതീകരിക്കപ്പെട്ടവനായി മടങ്ങിപ്പോയി. നാം തിരിച്ചറിയണം, അനുതപിക്കുന്ന ഒരു പാപിയുടെ പ്രാർത്ഥനയാണ് സ്വർഗം തുളച്ചു കയറുന്നത്. ഇത് നമ്മുടെ പിതാക്കന്മാർക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഏത് കൂദാശകൾ ആരംഭിക്കുമ്പോഴും അനുതാപത്തിൻ്റെ സങ്കീർത്തനം 51 മസ്മൂറ, അനുതാപത്തിൻ്റെ സങ്കീർത്തനം ചൊല്ലിയിട്ടാണ് ഒരു വിശുദ്ധ കൂദാശ ആരംഭിക്കുന്നത്. കാരണം അനുതപിക്കുന്ന ഒരു പാപിയുടെ പ്രാർത്ഥന സ്വർഗം തുളച്ചു കയറുമെന്നുള്ള പിതാക്കന്മാരുടെ വലിയ ബോധ്യമായിരുന്നു. ഏത് കൂദാശകൾ ആരംഭിക്കുമ്പോഴും അനുതപിച്ച് പാപിയാണെന്ന് സമ്മതിച്ച് അനുതാപത്തിൻ്റെ സങ്കീർത്തനം ചൊല്ലിയിട്ട് ആരംഭിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വർഗം തുളച്ചു കയറുകയാണ്. വീണ്ടും ഒരു ദിവസത്തെ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ, പ്രഭാത പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ അനുതാപത്തിൻ്റെ സങ്കീർത്തനം ചൊല്ലിയിട്ടാണ് ആ ദിവസത്തെ പ്രഭാതത്തിൻ്റെ പ്രാർത്ഥന ആരംഭിക്കുന്നത്. ഒരു ദിവസം മുഴുവൻ ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ, ആ വ്യക്തിയുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തുവാൻ ഒരു വ്യക്തി അനുതപിച്ച് പ്രാർത്ഥിക്കണമെന്ന് പിതാക്കന്മാർക്ക് ബോധ്യമുണ്ടായിരുന്നു. അതുമാത്രമല്ല, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന ഒരു പുരോഹിതൻ കറുത്ത വസ്ത്രം ധരിക്കുന്നു. സുറിയാനി സഭയിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന ഒരു പുരോഹിതൻ കറുത്ത വസ്ത്രം ധരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? പരിശുദ്ധനായ ദൈവത്തിനും പാപിയായ മനുഷ്യനും ഇടിവിൽ നിൽക്കുന്ന ഒരു പുരോഹിതൻ സ്വയം സമ്മതിക്കുകയാണ്, ദൈവമേ, ഞാനൊരു പാപിയാണ്. അതായത് ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കാൻ തക്കവണ്ണം ദൈവം തിരുമുമ്പാകെ അനുതാപത്തിൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പുരോഹിതൻ്റെ പ്രാർത്ഥന സ്വർഗം തുളച്ചു കയറുമെന്ന് നമ്മുടെ പിതാക്കന്മാർക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ തിരിച്ചറിയണം, ഞാൻ പാപത്തിൻ്റെ അവസ്ഥയിൽ എത്ര പ്രാർത്ഥിച്ചാലും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയില്ല എങ്കിൽ ഞാൻ പാപിയാണെന്ന് സമ്മതിച്ച് കഴിഞ്ഞ നാളുകളിൽ ഞാൻ ദൈവത്തിനെതിരായി, ദൈവത്തിൻ്റെ ആലയമായ എൻ്റെ സ്വന്തം ശരീരത്തിനെതിരായി, ദൈവത്തിൻ്റെ ആലയമായ എൻ്റെ സഹജീവികൾക്കെതിരായി ഞാൻ ഏതെങ്കിലും പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ അനുദപിച്ച് പാപമോചനം പ്രാപിക്കുമ്പോൾ അനേക വർഷങ്ങളായി ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനാ വിഷയത്തിന് മേൽ സ്വർഗത്തിലെ ദൈവം വേഗത്തിൽ ഉത്തരം നൽകും. ഇന്ന് സ്വയം നീതീകരിക്കുന്ന വ്യക്തിയാണോ, അതോ പാപിയാണെന്ന് സമ്മതിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിച്ച് ദൈവത്തോട് നിരപ്പായ ഒരു വ്യക്തിയാണോ ഞാനെന്ന് സ്വയം പരിശോധിക്കുക. ഇന്ന് രഹസ്യമായി പാപം ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ. ജീവിത പങ്കാളി അറിയാതെ, മക്കളറിയാതെ, മാതാപിതാക്കൾ അറിയാതെ രഹസ്യത്തിൽ പാപം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഞാൻ ചെയ്ത പാപങ്ങൾ, ഞാൻ ചെയ്ത തെറ്റുകൾ ആരും അറിയുന്നില്ല എന്ന് ചിന്തിക്കുന്നവരാണ് പലരും. എന്നാൽ തിരിച്ചറിയാൻ, ഞാനൊരു രഹസ്യ വിശുദ്ധനായി ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ പാപിയാണെന്ന് സമ്മതിച്ച് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കണം. പരിശുദ്ധമായ നോമ്പിൽ ഞാനൊരു രഹസ്യ പാപിയാണോ, ഒരു രഹസ്യ വിശുദ്ധനാണോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം. വചനം പറയുന്നു, മനുഷ്യൻ മനുഷ്യൻ്റെ മുഖങ്ങളെ നോക്കുന്നു, എന്നാൽ യഹോവയായ ദൈവം മനുഷ്യൻ്റെ ഹൃദയത്തെയാണ് നോക്കുന്നത്. ഇന്ന് സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ഞാൻ പാപിയാണെന്ന് ദൈവം കാണുന്നുവെങ്കിൽ ആ ദൈവസന്നിധിയിൽ ഒന്ന് സമ്മതിക്കാമോ, ദൈവമേ, ഞാനൊരു പാപിയാണ്, എന്നോട് കരുണ തോന്നണമേ. ആ ചുങ്കക്കാരൻ അനുദപിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഈ പരിശുദ്ധമായ നോമ്പിൽ അനുദപിച്ച് പാപിയാണെന്ന് സമ്മതിച്ച് പാപമോചനത്തിലൂടെ അനുതാപത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തീരുമാനമെടുക്കാമോ? അനേക നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മേൽ ഇന്ന് ഈ പരിശുദ്ധമായ നോമ്പിൽ ദൈവം നമുക്ക് ഉത്തരം നൽകും. അതിനായി നമുക്ക് നമ്മെ തന്നെ വിശുദ്ധീകരിക്കാം. കർത്താവിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ യഹോവയായ ദൈവം നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഇന്ന് പാപത്തിൻ്റെ ചില കെട്ടുകൾ നാം അഴിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ തുടങ്ങും. അതിനായി നമുക്ക് ആഗ്രഹിക്കാം.
അനേക നാളുകളായി ഞാൻ എന്നിൽ തന്നെ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ, പാപത്തിൻ്റെ കെട്ടുകൾ എന്താണെന്ന് കണ്ടെത്തി ആ പാപത്തിൻ്റെ കെട്ടുകൾ അനുതാപത്തിലൂടെ, പാപം ഏറ്റുപറഞ്ഞ് പാപമോചനത്തിലൂടെ ഞാൻ എൻ്റെ കെട്ടുകൾ അഴിക്കുന്നുവെങ്കിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് ഉത്തരം ലഭിക്കും. ഈ പരിശുദ്ധമായ നോമ്പിൽ അനേക പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അതിനായി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ബാർക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അവിടുന്ന് കേൾപ്പിച്ച ദൂതനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, അവിടുന്ന് പാപിയെ സ്നേഹിക്കുന്നവനും പാപത്തെ വെറുക്കുന്നവനുമാണല്ലോ. കർത്താവേ, ഞങ്ങൾ പാപികളാണെന്ന് സമ്മതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ തന്നെ കെട്ടിയിരിക്കുന്ന ചില കെട്ടുകൾ, പാപത്തിൻ്റെ കെട്ടുകൾ ഈ പരിശുദ്ധമായ നോമ്പിൽ അഴിക്കുവാൻ ഞങ്ങൾക്കൊരു അനുതാപ ഹൃദയം നൽകണമേ. പാപിയാണെന്ന് സമ്മതിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ചെയ്തു പോയ സകല തെറ്റുകളും ഞങ്ങൾക്ക് വെളിപ്പെടുത്തരണമേ. ഞങ്ങളുടെ മനസ്സിലും മറന്നു കിടക്കുന്ന സകല പാപങ്ങളും അവിടുത്തെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഞങ്ങൾക്ക് വെളിപ്പെടുത്തരണമേ. ഞങ്ങൾക്ക് പാപബോധവും പശ്ചാത്താപവും നൽകണമേ. പാപിയാണെന്ന് സമ്മതിച്ച് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുവാൻ, അത് മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മേൽ അത്ഭുതങ്ങൾ അനുഭവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, എന്നാൽ അനുദപിക്കുന്ന പാപിയുടെ പ്രാർത്ഥന സ്വർഗം തുളച്ചു കയറുമെന്നുള്ള ബോധ്യം ഇന്ന് ഞങ്ങൾക്ക് നൽകിയതിനായി നന്ദി പറയുന്നു. പരിശുദ്ധനായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധമായ രക്തത്താൽ ഞങ്ങളെ മുദ്രയിട്ട് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ, കർത്താവിനെ പ്രതി രക്തസാക്ഷികളായ സകല രക്തസാക്ഷികളുമേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം മധ്യസ്ഥം വഹിക്കണമേ. പിതാവ്, എല്ലാം മഹത്വം അങ്ങേക്കെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് മുഖാന്തരം ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ.